ഹായ്, എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭിന്നശേഷി കുട്ടികൾക്കായി ജനുവരി 4, 5 തീയതികളിൽ കൊട്ടാരക്കര BRCയുടെ ഭാഗമായി ഒരു സഹവാസ ക്യാമ്പ് സംഘടിപ്പിക്കുകയുണ്ടായി. ഈ ക്യാമ്പിൽ 4-ാം തീയതി BRCയിൽ വെച്ച് ക്യാമ്പ് നടത്തുകയും കുട്ടികൾക്ക് ഭിന്നശേഷി കുട്ടികൾക്ക് ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് കിട്ടുകയും ഒക്കെ ചെയ്തു. നല്ല നല്ല പ്രോഗ്രാംസ് ആയിരുന്നു. കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും വളരെയധികം സന്തോഷം ലഭിക്കുന്ന തരത്തിലുള്ള പ്രോഗ്രാംസ് BRC ടീച്ചേഴ്സും അതുപോലെ പ്രത്യേകം ക്ഷണിച്ച ഗസ്റ്റുകളും വന്ന് നമ്മളെ ഭിന്നശേഷി കുട്ടികളെയും അതുപോലെ അവരുടെ മാതാപിതാക്കളെയും ഒരുപാട് സന്തോഷിപ്പിക്കുകയുണ്ടായി. ജനുവരി 5-ാം തീയതി ഭിന്നശേഷി കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കുമായി ഒരു ടൂർ സംഘടിപ്പിക്കുകയുണ്ടായി. ആ ടൂറെന്ന് പറഞ്ഞാൽ കൊല്ലം അഡ്വഞ്ചർ പാർക്ക് അതുപോലെ കൊല്ലം ബീച്ച് ഇതൊക്കെ കാണാൻ വേണ്ടി പോകുന്ന തരത്തിലുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു. അങ്ങനെ ജനുവരി 5-ാം തീയതി കൊല്ലം ആശ്രാമത്തുള്ള അഡ്വഞ്ചർ പാർക്കിൽ ഭിന്നശേഷി കുട്ടികളും അവരുടെ മാതാപിതാക്കളും അതുപോലെ BRCയിലെ ടീച്ചേഴ്സും ഒക്കെയായി അഡ്വഞ്ചർ പാർക്ക് കാണാനായി വന്നു. അപ്പോൾ ഭിന്നശേഷി കുട്ടികൾ എന്ന് പറയുമ്പോൾ എൻ്റെ മകൻ ഉൾപ്പെടെ ഉള്ള കുഞ്ഞുങ്ങളുണ്ടതിൽ. എൻ്റെ മകനാണെങ്കിൽ 70% ഡിസബിലിറ്റി ഉള്ളൊരു മോനാണ്. തന്നെ നടക്കത്തില്ലവൻ. അപ്പോൾ എൻ്റെ മോനെ പോലെ ഒട്ടും നടക്കാത്ത വേറൊരു മോനും ഉണ്ടായിരുന്നു. അപ്പം ഇവർക്ക് 2 പേർക്കും ഈ അഡ്വഞ്ചർ പാർക്കിൽ ഇറങ്ങാനായി പറ്റില്ല. അതായത് അഡ്വഞ്ചർ പാർക്കിൽ താഴോട്ട് ഇറങ്ങണമെങ്കിൽ തന്നെ നടക്കണം. നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. താഴേക്ക് ഭിന്നശേഷി സൗഹൃദ പാർക്കല്ല ഇത്. എന്ന് വെച്ചാൽ ഭിന്നശേഷിക്കാർക്ക് ഈ പാർക്കിൽ താഴേക്ക് ഇറങ്ങി ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ മകൻ ഉൾപ്പെടെ എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മകനെ ഈ താഴേക്ക് ഇറക്കി ഈ കാഴ്ചകളൊക്കെ കാണിക്കണം. അവർക്കും ആഗ്രഹങ്ങൾ കാണില്ലേ? എനിക്ക് ആഗ്രഹങ്ങളുണ്ടായി. അപ്പോൾ അഡ്വഞ്ചർ പാർക്കിലെ ഉദ്യോഗസ്ഥരും അവിടെ വന്നിരുന്ന ആൾക്കാരും എല്ലാവരും കൂടെ ചേർന്ന് ഈ 2 കുട്ടികളെയും വീൽചെയറിൽ വന്ന 2 കുട്ടികളായിരുന്നു. അവരെ 2 പേരെയും പാർക്കിലേക്ക് വളരെ കഷ്ടപ്പെട്ട് പിടിച്ച് താഴെ ഇറക്കുകയുണ്ടായി. അവർ 2 പേരും വീൽചെയറിലിരിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം. കൂടിയോട് ടീച്ചേഴ്സൊക്കെയാണ്. ഷാലോമോനാണ് ഈ ഇവിടെ ഇരിക്കുന്നത് വീൽചെയറിൽ. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു പാർക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ പാർക്കാണ്. അഡ്വഞ്ചർ പാർക്ക് എന്നുള്ള പേരിൻ്റെ അനർത്ഥമായിട്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. പക്ഷേ ഭിന്നശേഷിക്കാർക്കും കൂടെ ഒരു ഉപകാരം കിട്ടുന്നിടത്ത് അവർക്കും കൂടി ഇത് ആസ്വദിക്കാൻ പറ്റണം. ആ രീതിയിൽ ഒരു സൗകര്യം ഈ പാർക്കിൽ ഒരുക്കണമെന്ന് ഒരു അഭ്യർത്ഥന ഒരു ഭിന്നശേഷി കുട്ടിയുടെ അമ്മ എന്ന നിലയിൽ എനിക്കുണ്ട്. കാരണം അവനെ ഈ പാർക്കിൽ നിറക്കാനായി ഞങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാട് അത്രയ്ക്കും വലിയതായിരുന്നു. അതുകൊണ്ടാണ് ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ, നിയമപാലകരും ഇത് ഉറപ്പായിട്ടും ഇത് പരിഗണനയിൽ വയ്ക്കുകയും ഈ ഒരു പാർക്കിനെ ഭിന്നശേഷി സൗഹൃദ പാർക്കായി ഒന്ന് ഉയർത്തുകയും വേണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കൊല്ലം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് അഷ്ടമുടിക്കായലിൻ്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ആശ്രാമം അഡ്വഞ്ചർ പാർക്ക്.
പിക്നിക് വില്ലേജ് എന്നും ഇതറിയപ്പെടുന്നു. കൊല്ലം അഡ്വഞ്ചർ പാർക്കിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് താഴെ ഞാൻ സൂചിപ്പിക്കാൻ പോകുന്നത്. കൊല്ലം നഗരത്തിൽ നിന്നും ഏകദേശം 2-3 കിലോമീറ്റർ അകലെ ആശ്രാമം എന്ന സ്ഥലത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അഷ്ടമുടിക്കായലിനോട് ചേർന്ന് ഏകദേശം 48 ഏക്കറോളം സ്ഥലത്തായി ഈ പാർക്ക് വ്യാപിച്ചു കിടക്കുന്നു. ധാരാളം മരങ്ങളും കണ്ടൽക്കാടുകളും നിറഞ്ഞ പ്രശാന്തമായ അന്തരീക്ഷമാണ് ഇവിടെ. അഷ്ടമുടിക്കായലിൻ്റെ മനോഹരമായ കാഴ്ച ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. ബോട്ടിംഗ് പാർക്കിനോട് ചേർന്ന് DTPCയുടെ ബോട്ട് ക്ലബ്ബ് പ്രവർത്തിക്കുന്നു. ഇവിടെ നിന്ന് കായലിലൂടെയുള്ള സ്പീഡ് ബോട്ട്, പെഡൽ ബോട്ട്, മോട്ടോർ ബോട്ട് യാത്രകൾ ലഭ്യമാണ്. ഈ അഡ്വഞ്ചർ പാർക്കിൽ നമ്മൾക്ക് ബോട്ടിംഗ് സൗകര്യം ഉണ്ട്. ആ ബോട്ടിങ്ങിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും യാത്ര ചെയ്യാം. കുട്ടികൾക്ക് യാത്രയ്ക്ക് 45 രൂപയും മുതിർന്നവർക്ക് 90 രൂപയും ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഇതിൽ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് യാത്ര ചെയ്യാം. ഈ പാർക്കിൽ മൊത്തം കാഴ്ചകളൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഭിന്നശേഷി സൗഹൃദ പാർക്ക് അല്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഈ വീൽ ചെയറും കൊണ്ട് നമുക്ക് മൊത്തം സ്ഥലങ്ങളും ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയി കാണാൻ സാധിച്ചില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വീൽ ചെയർ പൊതഞ്ഞ് വരുന്നത് കൊണ്ട് നമുക്ക് മൊത്തം സ്ഥലങ്ങളും പോയി ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. കുട്ടികളുടെ പാർക്ക് ഇവിടെയുണ്ട്. അതിൽ ധാരാളം കളിസ്ഥലങ്ങൾ, കുട്ടികൾക്ക് എൻജോയ്മെൻറ്റ് കിട്ടുന്ന പലതരം റൈഡുകളും എല്ലാം ഇവിടെയുണ്ട്. അതുപോലെ ജിമ്മിൽ വ്യായാമം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കേരളത്തിലെ ഓപ്പൺ ജിമ്മുകളിൽ ഒന്നാണിത്. ഇവിടെ നമുക്ക് വ്യായാമങ്ങളൊക്കെ ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലങ്ങൾ പോയി സന്ദർശിച്ചിട്ടില്ലാത്തവർ എത്രയും വേഗം തന്നെ ഈ സ്ഥലങ്ങൾ അഡ്വഞ്ചർ പാർക്കൊക്കെ പോയി കാണുക, ആസ്വദിക്കുക. നമ്മളുടെ കേരളത്തിൽ ഉള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നല്ലൊരു സ്ഥലമാണ് ഈ കൊല്ലം ജില്ലയിലെ അഡ്വഞ്ചർ പാർക്ക് എന്നുള്ളത്. ആശ്രാമത്തുള്ള അഡ്വഞ്ചർ പാർക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ സന്തോഷം നൽകുന്ന ഈ പാർക്കിൽ എല്ലാവരും വരിക, കാഴ്ചകൾ ആസ്വദിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ